ട്രിവാൻഡ്രം മഞ്ചാടിയിൽ നമുക്കൊരു 3 ബെഡ്റൂം വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 5.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് 3 ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 5.5 സെൻറ്റാണ് നമുക്ക് ഈ ഒരു വീടിന് നമുക്ക് സ്ഥലം എടുത്തുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂമും ഈ ഒരു വീടിന് സെറ്റാക്കിയിട്ടുള്ളത്. ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ടോ, വേറെ ഈ കാണുന്ന വീടെല്ലാം സോൾഡ് ഔട്ട് ആയതാണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ കാണുന്നത്. ഇത് ഫുള്ള് ടാർ ചെയ്ത ഒരു റോഡാണ്. നമുക്ക് ഫസ്റ്റ് കയറി വരുമ്പോഴത്തേക്ക് ഉള്ളതാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഉള്ളത്. കണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളും തന്നെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ കണ്ടോ, ഗാർഡൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോണ്ട് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇത് ഇവിടെ പുറകെ സൈഡിൽ ഇവിടെയും ഒരു ഗേറ്റ് നമുക്ക് അകത്തോട്ട് വരാനായിട്ട് ഒരു ചെറിയ ഗേറ്റ് ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ കുറേ പ്ലാന്റ് ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു ബാമ്പു ഒക്കെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡ് കട്ട് ചെയ്ത് വെക്കുന്ന ഒരു പാറ്റേൺ പോലെയാണ് നമുക്ക് ഇവിടുത്തെ കിണർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, കിണർ നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത് കണ്ടോ. ഇതിൻ്റെ സൈഡിൽ ഫുള്ള് വാൾട്ടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 10 കാർ ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ള് തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 26x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. തറയിലെ ടൈൽ കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ്. നല്ല വൈഡായിട്ട് നമുക്ക് തോന്നുന്ന രീതിക്കാണ് ഇവിടുത്തെ പാറ്റേൺ എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് TV യൂണിറ്റ് വരുന്നുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. പിന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. ഫുള്ളും തന്നെ V-ഗാർഡിൻ്റെ വയറാണ് നമുക്ക് V-ഗാർഡിൻ്റെ സെറ്റ് ചെയ്യേണ്ട വയറാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വാഷിങ്ങിൻ്റെ ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. ഒരു മിററൊക്കെ വരുന്നുണ്ട്. കൂടാതെ ഈ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ഗ്ലാഡിങ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിങ്ക് വരുന്നുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ഗ്ലാഡിങ് സ്റ്റോൺ ഒക്കെ കൊടുത്തത് ഇവിടെ ഒരു നമുക്കൊരു ബുദ്ധൻ്റെ വാട്ടർഫാൾ പോലെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്കൊരു പൂജാ റൂം പോലെ വേണമെങ്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിനുവേണ്ടിയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ലൈവ് പ്ലാന്റ് ആണ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്. താഴെ ഇരിക്കുന്നതൊക്കെ ലൈവ് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. 5x10 ഡയമെൻഷനാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുള്ളത്. കണ്ടോ, ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ പോർഷൻ നമുക്ക് സ്റ്റെയർ മുകളിലോട്ട് കയറുന്ന ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ വരുന്നത്. കയറി വരുന്ന ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ, തറയിൽ ഗ്രിപ്പിംഗ് ടൈലാണ് നമുക്കിവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 18x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഏരിയ വരുന്നത്. ഇപ്പോൾ WPC പാനൽ കൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ എല്ലാ വർക്കും വരുന്നത്. കണ്ടോ, കിച്ചൻ്റെ എല്ലാ കബോർഡ്സും അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട്. പ്ലേറ്റ് ഒക്കെ വയ്ക്കാനും അങ്ങനത്തെ സംഭവം വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നൈഫ്, സ്പൂൺ അങ്ങനെയൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫേബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സിങ്ക് കണ്ടോ, അത്യാവശ്യം നല്ല ഡെപ്ത് ഒക്കെ ഉള്ളത്, നല്ല സ്പേസ് ഉള്ളതാണ്. ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 13x12 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് വാൾട്ടയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലുണ്ട് സീലിംഗ് വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വിൻഡോ 2 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നമുക്ക് ഇനി ഇവിടെ ഫ്രണ്ട് ഡോർ ഇടാനായിട്ടുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ഡെയിലാണ് ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് പോകേണ്ടത്. ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ഇഞ്ച് കനത്തിനുള്ള ഒരു വുഡാണ് നമുക്കിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ നല്ല ബലമുണ്ട്. നമുക്ക് സ്റ്റീലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സ്റ്റീൽ പോലത്തെ സംഭവമാണ്. പിന്നെ സൈഡിൽ ഹാൻഡിൽസ് ഫുള്ളും തന്നെ സ്റ്റീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ
ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. നമുക്കൊരു ലിവിങ് ഏരിയ, ചെറിയൊരു രീതിക്കുള്ള ലിവിങ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം നമുക്ക് അപ്പുറത്ത്, അവിടെയാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തെ ബെഡ്റൂം നോക്കാം. അപ്പോൾ 12x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മോളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോറിങ് ഇടും. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ബാത്റൂമിന് നല്ല സ്പേസ് ഉണ്ട്. ബാക്കി എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂം നമുക്ക് 13x12 ഡയമെൻഷനാണ് ചെയ്തിട്ടുള്ളത്. മോളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലെ വിൻഡോയിൽ നല്ലൊരു പാറ്റേൺ ഉണ്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇതിലും ഡോർ ഇടാനായിട്ടുണ്ട്. തറയിൽ ഗ്രിപ്പിംഗ് വെയിൽ വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ, സിങ്ക്, എല്ലാ സംഭവവും ഇവിടെയും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. 10x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. സൈഡിൽ നമുക്കൊരു ഗ്ലാസും സ്റ്റീലും യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് കണ്ടോ ഒരു ഗ്ലാഡിംഗ് സ്റ്റോൺ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് നമുക്ക് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 75 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ധാരാളം വീടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതെല്ലാം ഒന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ചാനൽ എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.